അഞ്ചു നമുക്കിന്നൊരു യാത്ര പോയാലോ? എവിടേക്കാ? കുറച്ച് ലോങ് ആണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഏതാന്ന് നിനക്കറിയാം? ആതിരപ്പള്ളി അല്ലേ? അതെ, ആതിരപ്പള്ളിയാണ്. അപ്പം ഇന്ന് അവിടേക്കായാലോ യാത്ര? റിയാനെ പോയാലോ? എനിക്ക് വെള്ളച്ചാട്ടത്തിൽ കുളിക്കണം. നമുക്ക് നോക്കാം, അവിടെ ഇറങ്ങാൻ പറ്റുമായിരിക്കും. പോവാം, സെറ്റല്ലേ? സെറ്റ്. അപ്പോൾ ഇവരോട് പറഞ്ഞ പോലെ കേരളത്തിന്റെ അഭിമാനമായ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ പോയതാണ് ഇന്നത്തെ വീഡിയോയിൽ. രാത്രി ചാലക്കുടി ഗവൺമെന്റ് റെസ്റ്റ് ഹൗസിൽ സ്റ്റേ ചെയ്തതിനു ശേഷം രാവിലെ തന്നെ ആതിരപ്പള്ളി ലക്ഷ്യമാക്കി നീങ്ങി. സൗത്ത് ഇന്ത്യയുടെ നയാഗ്ര എന്നറിയപ്പെടുന്ന ആതിരപ്പള്ളി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടി പുഴയിലാണ്. വെള്ളച്ചാട്ടം എത്തുന്നതിന് മുന്നേയുള്ള 28 കിലോമീറ്റർ മരങ്ങളും പുഴയും അഡ്വഞ്ചർ ടൂറിസ്റ്റ് ആക്ടിവിറ്റീസും ഒക്കെയായി വളരെ മനോഹരമായ ഒരു യാത്രയാവും നിങ്ങൾക്ക് സമ്മാനിക്കുക. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് അകത്ത് കയറി. വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിന് കൂടിയുള്ള ടിക്കറ്റാണ് നമുക്ക് നൽകുന്നത്. ആദ്യമേ തന്നെ നമ്മൾ ബാഹുബലി ലൊക്കേഷൻ കാണണമെന്നായി. ബാഹുബലി മാത്രമല്ല കേട്ടോ, ദിൽസെ, രാവൺ, ഗുരു തുടങ്ങിയ പല സിനിമകളുടെയും ലൊക്കേഷൻ ഇവിടെ തന്നെയാണ്. സിനിമാക്കാരുടെ ഒരു ഇഷ്ട ലൊക്കേഷൻ തന്നെയെന്ന് പറയണം. താഴെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്ന വളരെ മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് കേട്ടോ. അത്രയ്ക്ക് മനസ്സ് നിറയുന്ന പറയണം. ഇപ്പൊ കുറച്ച് വെള്ളം കുറവായ പോലെ തോന്നി. അപ്പൊ ഞാൻ ആലോചിക്കുകയുണ്ടായി, അങ്ങനെയെങ്കിൽ മഴ സമയത്തൊക്കെ കാഴ്ച ഒരു രക്ഷയും കാണില്ല അല്ലേ? അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ ഒരുപാട് ടൂറിസ്റ്റുകളാണ് ഈ മനോഹാരിത ആസ്വദിക്കാൻ ദിനം പ്രതി ഇവിടെ എത്തുന്നത്. ഈ പാട്ടിനൊക്കെ ഈ സമയത്ത് കിട്ടുന്നൊരു ഫീലുണ്ടല്ലോ, അത് വേറെ ഒന്നും തന്നെയാണ് കേട്ടോ. കാടിൻ്റെ ശബ്ദവും വെള്ളച്ചാട്ടവും പാട്ടും, ഇനി വേറെ എന്ത് വേണം വൈബിന്? അവരുടെ സന്തോഷത്തിൽ നമ്മളും കുറച്ചു നേരം ലയിച്ച് നിന്നുപോയി. യാത്രകൾ പലപ്പോഴും അനുഭവങ്ങളാകുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാവും നമ്മൾ യാത്രകൾ ഇഷ്ടപ്പെടുന്നത്, ശരിയല്ലേ? കൊച്ചുങ്ങൾ എന്നായാലും ആഗ്രഹം പറഞ്ഞ നമ്മളെ കൊണ്ട് പറ്റുവാന്നെ അതങ്ങ് സാധിച്ചു കൊടുത്തേക്കണം. വലുതായ പിന്നെ ഈ കൊച്ചുങ്ങൾക്ക് ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊന്നും ഉണ്ടാകുകയല്ലടാവേ. റിയാൻ്റെ കുളിക്കണമെന്ന ആഗ്രഹമൊക്കെ സാധിച്ച് അങ്ങനെ നമ്മൾ തിരികെ നടന്നു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സേഫായ സ്ഥലങ്ങളിൽ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രം വെള്ളച്ചാട്ടം ആസ്വദിക്കാൻ ശ്രമിക്കുക. പോയാലും പിന്നെയും പിന്നെ ഇവിടെ തന്നെ പിടിച്ചു നിർത്തുന്ന എന്തോ ഒന്ന് ഇവിടെ ഉണ്ടെന്നൊരു തോന്നൽ. ശരിക്കും തീർന്നു പോയല്ലോ എന്നൊരു വിഷമത്തോടെ ഒരുപാട് നല്ല ഓർമ്മകൾ മനസ്സിൽ അവശേഷിപ്പിച്ചാണ് ഈ ആതിരപ്പള്ളി യാത്ര അവസാനിക്കുന്നത്. ചില യാത്ര ഹൃദയത്തോട് ചേർത്ത് പിടിക്കാവുന്നവയാകും. അതിൽ ഈ യാത്ര വേറിട്ട് തന്നെ നിൽക്കുമെന്ന് പറഞ്ഞോട്ടെ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു നല്ല വീഡിയോയുമായി കാണാം. എല്ലാവരുടെയും സ്നേഹം മാത്രം. See you, bye.